ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മലയാളം ലിറ്ററേച്ചർ പേപ്പർ 1 സിലബസും അതുപോലെ മുൻവർഷ ചോദ്യങ്ങളുമാണ്. ചോദ്യങ്ങളുടെ ഒരു മോഡൽ പരീക്ഷാ പേപ്പറാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സെക്ഷൻ എ, യൂണിറ്റ് 1, മലയാള ഭാഷയുടെ ആദിമമുഖം. 1.1 പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ. മൂലദ്രാവിഡം, തമിഴ്, സംസ്കൃതം എന്നീ ഭാഷയിൽ നിന്നും ആവിർഭാവം. 1.2 1.2 തമിഴും മലയാളവും തമ്മിലുള്ള ബന്ധം. കേരള പാണിനിയുടെ 6 നയങ്ങൾ. 1.3 പാട്ടുപ്രസ്ഥാനം, നിർവചനം, രാമചരിതം, പിൽക്കാല പാട്ടുകൃതികൾ, നിരണം കൃതികൾ, കൃഷ്ണഗാഥ. യൂണിറ്റ് 2 ഭാഷാപരമായ സവിശേഷതകൾ. 2.1 മണിപ്രവാളം, നിർവചനം, പ്രാചീന മണിപ്രവാള കൃതികളുടെ ഭാഷ, ചമ്പുക്കൾ, സന്ദേശകാവ്യങ്ങൾ, ചന്ദ്രോത്സവം, മണിപ്രവാള ലഘുകാവ്യങ്ങൾ, പിൽക്കാല മണിപ്രവാള കൃതികൾ, മധ്യകാല ചമ്പുക്കൾ, ആട്ടക്കഥ. 2.2 നാടോടി വിജ്ഞാനീയം, തെക്കൻ പാട്ടുകൾ, വടക്കൻ പാട്ടുകൾ, മാപ്പിളപ്പാട്ടുകൾ. 2.3 പ്രാചീന മലയാള ഗദ്യങ്ങൾ, ഭാഷാ കൗട്ടില്യം, ബ്രഹ്മാണ്ഡ പുരാണം, ആട്ടപ്രകാരം, ക്രമദീപിക, നമ്പ്യാന്തമിഴ്. യൂണിറ്റ് 3 മലയാള ഭാഷയുടെ മാനകീകരണം. 3.1 ഭാഷാപരമായ സവിശേഷതകൾ, പാന, കിളിപ്പാട്ട്, തുള്ളൽ. 3.2 ഇന്ത്യൻ വൈദേശിക മിഷണറിമാർ നൽകിയ സംഭാവനകൾ. 3.3 സമകാലീന മലയാളത്തിന്റെ സ്വഭാവ സവിശേഷതകൾ, മലയാളം ഭരണഭാഷയെന്ന നിലയിൽ ശാസ്ത്ര സാങ്കേതിക സാഹിത്യത്തിന്റെ ഭാഷ, മാധ്യമ ഭാഷ. ഓക്കെ, സെക്ഷൻ ബി സാഹിത്യ ചരിത്രം. യൂണിറ്റ് 4 പ്രാചീന മധ്യകാല സാഹിത്യം. 4.1 പാട്ട്, രാമചരിതം, നിരണം കൃതികൾ, കൃഷ്ണഗാഥ. 4.2 മണിപ്രവാളം, പ്രാചീന മധ്യകാല കൃതികൾ, ആട്ടക്കഥയും ചമ്പുവും ഉൾപ്പെടെ. 4.3 നാടോടി സാഹിത്യം. 4.4 കിളിപ്പാട്ട്, തുള്ളൽ, മഹാകാവ്യം. യൂണിറ്റ് 5 ആധുനിക കവിതാ സാഹിത്യം. 5.1 വെൺമണി കവികളും സമകാലികരും. 5.2 കാൽപ്പനികതയുടെ ആവിർഭാവം, ആധുനിക കവിത്രയത്തിന്റെ കവിതകൾ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. 5.3 കവിതാ സാഹിത്യം, കവിത്രയത്തിനു ശേഷം. 5.4 മലയാള കവിതയിലെ ആധുനികത, ഉത്തരാധുനിക പ്രവണത. യൂണിറ്റ് 6 ആധുനിക ഗദ്യ സാഹിത്യം. 6.1 നാടകം, 6.2 നോവൽ, 6.3 ചെറുകഥ, 6.4 ജീവചരിത്രം, സഞ്ചാര സാഹിത്യം, ഉപന്യാസം, നിരൂപണം. ഓക്കെ, ഇനി നമുക്ക് പേപ്പർ 1ന്റെ മുൻവർഷം ചോദിച്ച 2023 ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് നോക്കാം. ഓക്കെ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നതിന് മുമ്പായി താഴെ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിക്കുക. ആകെ 8 ചോദ്യങ്ങളാണുള്ളത്. ഓക്കെ, 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇവയെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. പരീക്ഷാർത്ഥികൾ ഇരു വിഭാഗങ്ങളിൽ നിന്നായി 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതാണ്. ടോട്ടൽ 8 ചോദ്യങ്ങളുണ്ട്. അതിലാകെ 5 ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 1ാമത്തെയും 5ാമത്തെയും ചോദ്യങ്ങൾക്ക് നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതാണ്. ഓക്കെ, ശേഷിക്കുന്ന ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതേണ്ടതിൽ ഇരു വിഭാഗത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, ഓരോ ചോദ്യത്തിനും വിഭാഗത്തിനും ഉള്ള മാർക്കുകൾ അതതിന്റെ നേർക്കു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മലയാളം ലിപിയിൽ തന്നെ എഴുതണം. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുമ്പോൾ വാക്കുകളുടെ എണ്ണത്തിന്റെ പരിധി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിക്കേണ്ടതാണ്. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അനുക്രമമായിട്ട് എഴുതിയാൽ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ഉത്തരം അപൂർണമാണെങ്കിൽ പോലും വെട്ടിയിട്ടില്ലെങ്കിൽ അതിനെ ഉത്തരമായി കണക്കാക്കുന്നതാണ്. ചോദ്യവും ഉത്തരവും അടങ്ങുന്ന ബുക്ക്ലെറ്റിൽ എഴുതാത്ത ഭാഗങ്ങളും പുറങ്ങളും വെട്ടിക്കളയാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, സെക്ഷൻ എ, സെക്ഷൻ ബി എന്നുള്ള രീതിയിലാണ്. ഓക്കെ, 1ാമത്തെ ക്വസ്റ്റ്യൻ, ഓരോ ചോദ്യത്തിനും 150 വാക്കുകളിൽ കവിയാതെ ഉത്തരം എഴുതുക. അതായത് 2 പുറ. ഓക്കെ, ടോട്ടൽ 5 ക്വസ്റ്റ്യൻസ് ആണ് 1ാമത്തെ ക്വസ്റ്റ്യൻ ഉള്ളത്. 10 മാർക്കാണ്. ടോട്ടൽ 50 മാർക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എ ഭാഷാ പിതാവ് എന്ന് എഴുത്തച്ഛനെ വിശേഷിപ്പിക്കാനാകുമോ? കിളിപ്പാട്ട് പ്രസ്ഥാനത്തെ മുൻനിർത്തി വിശകലനം ചെയ്യുക. ബി തുള്ളൽ കവിതകളിലെ ഭാഷാപരമായ സവിശേഷതകൾ എന്തെല്ലാം? സി പുരുഷഭേദ നിരാസം, വിവിധ ഭാഷോൽപത്തി വാദങ്ങളിലെ നിഗമനങ്ങൾ എന്തെല്ലാം? ഡി കൂന്തൽ വാദവും 6 നയങ്ങളും താരതമ്യം ചെയ്യുക. ഇ മാപ്പിള മലയാളം ഒരു ഭാഷാ വഴക്കമായി തീരുന്നതിന്റെ അടിസ്ഥാനം മാപ്പിള പാട്ടുകളെ മുൻനിർത്തി പരിശോധിക്കുക. ഓക്കെ, അപ്പോൾ ഈ 5 ചോദ്യങ്ങളും നമ്മൾ ഉത്തരം എഴുതണം. 1ാമത്തിലെ സബ്സെക്ഷനിലെ 5 ചോദ്യങ്ങളും. ഓക്കെ, 2ാമത്തത് എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ഓക്കെ ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിലും ഉത്തരം എഴുതുക. ഓക്കെ,
അപ്പൊ 250 മാർക്കിന് 250 വാക്കുകളുടെ ക്വസ്റ്റ്യന് 20 മാർക്കാണ്. 150 വാക്കുകളുള്ളത് 15 മാർക്കാണ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 50 മാർക്കാണ് ടോട്ടൽ. ഓക്കെ, എ പാട്ടുഭാഷയും മണിപ്രവാള ഭാഷയും തമ്മിലുള്ള സംയോജനമായിരുന്നു നിരണം കാവ്യങ്ങളിൽ സംഭവിച്ചതെന്ന് പറയാമോ? ബി സാമൂഹിക മാധ്യമങ്ങളിലെ ഭാഷാ സവിശേഷതകൾ മലയാള ഭാഷയുടെ അപജയത്തിന് കാരണമാകുന്നുണ്ടോ? സി ഭാഷാ സംക്രമണവാദം വിശദമാക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിലും ഉത്തരം എഴുതുക. ഓക്കെ, എ ലീലാതിലകത്തിലെ മണിപ്രവാള ലക്ഷണം വർഗീകരിച്ച് വിശദമാക്കുക. ബി മലയാള ഗദ്യത്തിന്റെ പൂർവകാല വിനിമയ സവിശേഷതകൾ സോദാഹരണം വെളിപ്പെടുത്തുക. സി മലയാള കാവ്യ ഭാഷാ പരിണാമം രാമചരിതം, കണ്ണശ കൃതികളിൽ കിളിപ്പാട്ട് കൃതികൾ എന്നിവയെ മുൻനിർത്തി പരിശോധിക്കുക. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിലും ഉത്തരം എഴുതുക. ഓക്കെ, എ സാമാന്യ ഭാഷയിൽ നിന്നും ഭരണഭാഷ പ്രകടമാക്കുന്ന വ്യത്യാസങ്ങൾ എന്തെല്ലാം? ബി മലയാള ഭാഷാ വ്യാകരണം മിഷണറിമാരുടെ സംഭാവന വിലയിരുത്തുക. സി മലയാള ഭാഷയുടെ തനിമ പ്രകടമാക്കുന്ന കൃതിയായി കൃഷ്ണഗാഥയെ പരിഗണിക്കാനാകുമോ? ഓക്കെ, സോ ഇതിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ, ഒന്നാമത്തെയും അഞ്ചാമത്തെ ക്വസ്റ്റ്യൻസും കമ്പൾസറി ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ 5 ഓരോ ചോദ്യത്തിനും 150 വാക്കുകളിൽ കവിയാതെ ഉത്തരം എഴുതുക. ഓക്കെ, എ മലയാളത്തിലെ വിവർത്തന സാഹിത്യ ചരിത്രത്തിൽ പാട്ടു സാഹിത്യ പ്രസ്ഥാനത്തിന്റെ സംഭാവനകൾ പരിശോധിക്കുക. ബി സമകാലിക സാമൂഹിക ചരിത്രത്തിന്റെ അവതരണം എന്ന നിലയിൽ മണിപ്രവാള കൃതികളുടെ പ്രാധാന്യം എന്ത്? സി മലയാള കവിതയിലെ ആധുനികതാ പ്രസ്ഥാനത്തിൽ അതിത്തം അയ്യപ്പ പണിക്കർ, മാധവൻ അയ്യപ്പത്ത്, ചെറിയാൻ കെ ചെറിയാൻ എന്നിവർ വഹിച്ച പങ്ക് വ്യക്തമാക്കുക. ഡി കേവലം വിനോദോപാധിയായി കവിതയെ കണ്ടവരായിരുന്നോ വെൺമണി കവികൾ? ഇ മലയാള നാടക സാഹിത്യ ചരിത്രത്തിൽ തനതു നാടകവേദിയുടെ സംഭാവന എന്ത്? ആറാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിലും ഉത്തരം എഴുതുക. ഓക്കെ, എ അവതരണ കലകൾക്ക് അനുയോജ്യമായ രംഗ ഭാഷാ വഴക്കം, ചമ്പു, ആട്ടക്കഥ എന്നിവയെ അടിസ്ഥാനമാക്കി വിശകലനം ചെയ്യുക. ബി വാക്യം രസാത്മകം കാവ്യം എന്ന സാഹിത്യ പരികൽപ്പന വള്ളത്തോൾ കവിതകൾക്ക് യോജിക്കുമോ? സി സി വിയുടെ ചരിത്ര നോവലുകളിൽ ചരിത്രവും ഭാവനയും സംയോജിപ്പിച്ചത് എങ്ങനെ? ഏഴാമത്തെ ക്വസ്റ്റ്യൻ, എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിൽ ഉത്തരം എഴുതുക. എ ആശയപ്രചാരണ മാധ്യമമാക്കി കവിതയെ കുമാരനാശാൻ പരിഷ്കരിച്ചതിന്റെ സാങ്കത്യം പരിശോധിക്കുക. ബി സാംസ്കാരിക വിനിമയം എന്ന നിലയിൽ സാഹിത്യ ചരിത്രത്തിൽ സഞ്ചാര സാഹിത്യ കൃതികൾക്കുള്ള പങ്കെന്ത്? സി മലയാളത്തിലെ മഹാകാവ്യ പ്രസ്ഥാനം സംക്ഷിപ്ത ചരിത്രം തയ്യാറാക്കുക. 8 ക്വസ്റ്റ്യൻ 8, എ എന്ന ചോദ്യത്തിന് 250 വാക്കുകളിലും ബി സി എന്നീ ചോദ്യങ്ങൾക്ക് 150 വാക്കുകളിലും ഉത്തരം എഴുതുക. ഓക്കെ, എ സ്ത്രീപക്ഷ രചനകൾ എന്ന നിലയിൽ ഒരു കെ സരസ്വതി അമ്മയുടെ ചെറുകഥകൾ മലയാള സാഹിത്യ ചരിത്രത്തിൽ വ്യത്യസ്തമാകുന്നത് എങ്ങനെ? ബി മലയാളത്തിലെ കൃഷിപ്പാട്ടുകളുടെ പ്രത്യേകതകളും അവ നിറവേറ്റിയ ധർമ്മവും എന്തെന്ന് വിശദമാക്കുക. സി ചങ്ങമ്പുഴ കവിതകൾ പ്രകടമാകുന്ന കാൽപ്പനിക സ്വഭാവം വയലാർ, ONV കുറുപ്പ്, പി ഭാസ്കരൻ എന്നിവരെ സ്വാധീനിച്ചത് എപ്രകാരമായിരുന്നു? ഓക്കെ, സോ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ തന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻസും ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യൻസും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസിലും മൂന്ന് വീതം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതില് ടോട്ടൽ 8 ക്വസ്റ്റ്യൻസിൽ നമ്മൾ എഴുതേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇരു വിഭാഗങ്ങളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ്. ഓക്കെ, സെക്ഷൻ എയിൽ 4 ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിലും 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒന്നാമത്തെയും അഞ്ചാമത്തെയും ചോദ്യങ്ങൾക്ക് നിർബന്ധമായി ഉത്തരം എഴുതേണ്ടതാണ്. ശേഷിക്കുന്ന ഏതെങ്കിലും 3 ചോദ്യങ്ങൾക്ക് ഓക്കെ ഉത്തരം എഴുതേണ്ടതിൽ
ഇരു വിഭാഗത്തിൽ നിന്നും കുറഞ്ഞത് ഒരു ചോദ്യത്തിനുള്ള ഉത്തരമെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ സെക്ഷൻ എന്ന് 2 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ എഴുതാം. സെക്ഷൻ ബിന്ന് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും എഴുതിയിരിക്കണം. ഓക്കെ. എല്ലാ ക്വസ്റ്റ്യൻസും ഒരു പക്ഷേ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻസും സെക്ഷൻ എന്ന് മാത്രമായിട്ട് എഴുതരുത്. ഓക്കെ, രണ്ടും കൂടി സെക്ഷൻ എയും സെക്ഷൻ ബിയും കൂടി കണക്കിലെടുത്തിട്ട് വേണം നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എഴുതാൻ. ഓക്കെ, ഇതേപോലെ തന്നെയാണ് 2022 ചോദിച്ചത് നോക്കാം നമുക്ക്. ഓക്കെ, ഇതേ പാറ്റേൺ തന്നെയാണോ? സെക്ഷൻ എ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓരോ ചോദ്യത്തിനും 150 വാക്കുകളിൽ കവിയാതെ ഉത്തരം എഴുതുക. 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഇതേപോലെ തന്നെ 250 വേർഡ്സ്, പിന്നെ 150 വേർഡ്സ് 150 വേർഡ്സ്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ തന്നെ, നാലാമത്തെ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനും ഓക്കെ സിമിലർ പാറ്റേൺ തന്നെയാണ് കാണുന്നത്. സോ ഇതേ പാറ്റേണിലായിരിക്കും മലയാളം പേപ്പർ 1 ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്. ബൈ.